ആരും മിണ്ടുകയല്ല, എല്ലാവരും ശത്രുക്കളാണ്. ദൈവം എന്നോട് പറയാ, ദൈവം നിങ്ങൾക്ക് മിത്രമായി കൂടെ നിൽക്കാൻ പോവാ. ചെയ്തത് 3 കാര്യത്തിന് വേണ്ടിയാ. നിങ്ങളുടെ മൊബൈൽ ഷോപ്പ് ഉണ്ടല്ലോ, ആ ഷോപ്പ് അടച്ചു പോകണം. 2, നിങ്ങൾ താമസിക്കുന്ന വീട് മറ്റൊരാളുടെ അടുത്ത് ചെന്ന് കയറണം. ദൂത് പറയുക, ആ വീട്ടിൽ നിങ്ങൾ തന്നെ താമസിക്കും. ടെൻഡൻസിയാ കുടിക്കാൻ. ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോവാം, ഇത് പൊട്ടിപ്പോവും, വിറയല് മാറും. നിങ്ങളെ സൗഖ്യത്തോടെ ഇവിടെ വരും. നിങ്ങളുടെ അകത്തു നീ കൈവശം പൊട്ടിപ്പോകും. ദൂത് പറയുക, ദൈവം നിങ്ങൾക്ക് പിള്ളേരെ തരും. നിങ്ങളുടെ ഇടത്തും വലത്തും നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തലമുറകളെ ദൈവം തരാൻ പോവാ. ഭയങ്കര സങ്കടം. ആള് മദ്യപിക്കുന്നുണ്ട്. സ്വയമായിട്ട് കുടിക്കുന്ന അല്ല, കുടിച്ചു പോവാ. സത്യം എന്നോട് ദൈവം പറയുക, നിങ്ങളുടെ അകത്ത് മദ്യത്തെ കൈവശം തന്നിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ആ കൈവശത്തിൻ്റെ ശക്തി പൊട്ടാൻ പോവാ. നിന്റെ വീട്ടിലോട്ട് യേശു ഇന്ന് രാവിലെ ഇറങ്ങി വരാൻ വേണ്ടി തുടങ്ങുക. യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും അല്പം മിനിറ്റുകൾ കർത്താവിന് ആ കരമടിച്ച ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. ഈ കുടുംബത്തിനകത്ത് കണ്ണുനീരുകളെ എൻ്റെ ദൈവം തുടയ്ക്കാൻ വേണ്ടി പോകുക. ദൈവത്തിൻ്റെ പ്രവൃത്തിയും അത്ഭുതങ്ങളും എല്ലാം എത്ര ദിവസമായി? 5. ഈ നിർത്ത് പൂർണ്ണമല്ല. ഒരു 5 ദിവസം കൂടെ കഴിയുമ്പോൾ അടുത്ത പണി തുടങ്ങും. ടെൻഡൻസിയാ കുടിക്കാൻ. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാം, ഇത് പൊട്ടിപ്പോവും. ഈ ഭാര്യ കുടുകൂടെ കരയുന്ന കണ്ടില്ലേ? അവർക്ക് ഭയങ്കര പേരെന്തുവാ? നമ്മുടെ പേര് പറ. ഒരു ചെറിയ പ്രശ്നമാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാൽ മോനെ. ഞാൻ അവിടെ നിന്ന് അവരോട് ദൂത് പറയുമ്പോൾ നിങ്ങളെ ആകണ്ടേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ അകത്ത് മദ്യത്തെ കൈവശം തന്ന് നശിക്കാൻ തന്നേക്കുന്ന തരവ. ഇന്ന് രാവിലെ ദൂത് ദൈവം ആ കൈവശം പൊട്ടിച്ചു കളയും. വേണ്ട, ഞാൻ പ്രവചനം പറയുക. ദൈവം ഈ വിറയിൽ കാണിച്ച് തന്നെ, വിറയിൽ കൈ കാണിച്ച്. എത്ര വയസ്സുണ്ട് നമുക്ക്? നിങ്ങൾ കണ്ടോ ഈ 43 വയസ്സുകാരൻ്റെ കൈ ആലില പോലെ വിറയ്ക്കുന്ന കണ്ടോ? കൈ നീട്ടി പിടിക്കുക. വേണ്ട, ദൂത് അടുത്ത മാസം ഇവിടെ വരുമ്പോൾ ഈ വിറയിൽ മാറും. നിങ്ങളെ സൗഖ്യത്തോടെ ഇവിടെ വരും. നിങ്ങളുടെ അകത്തു നീ കൈവശം പൊട്ടിപ്പോകും. നശിക്കാൻ തന്നേക്കുന്ന തരവാ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിങ്ങളുടെ സ്ഥിതികളെ മാറ്റത്തക്ക പോലെ, നിങ്ങളുടെ അവസ്ഥകളെ കർത്തൃദാസന്മാരൊക്കെ പ്രാർത്ഥിച്ചോ. യേശുവേ, ബ്രദറെ കണ്ണടച്ച് എന്നൊന്ന് പ്രാർത്ഥിച്ചോ. എല്ലാവരും കൂടെ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് അല്പം മിനിറ്റുകൾ കർത്താവിന് നന്ദി പറയാൻ പറ്റുന്ന സകല ആളുകളും യേശുവേ എന്ന് വിളിച്ച് കരമടിച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റുന്ന സകല ആളുകളും യേശുവേ എന്നൊന്ന് വിളിച്ച ദൈവത്തിന് ഈ രാവിലെ ഒന്ന് സ്തോത്രം പറഞ്ഞ പ്രിയരെ, ഞാൻ നിങ്ങളോട് ഒരു വാക്ക് നിങ്ങളോട് പറയുക. വേറെ ഇന്ന് നിങ്ങളുടെ വീട് രക്ഷപ്പെടും, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. ഇത് നിസ്സാരമായിട്ട് ചെയ്തതല്ല കേട്ടോ. ചെയ്തത് 3 കാര്യത്തിന് വേണ്ടിയാ. നിങ്ങളുടെ മൊബൈൽ ഷോപ്പ് ഉണ്ടല്ലോ, ആ ഷോപ്പ് അടച്ചു പോകണം. 2, നിങ്ങൾ താമസിക്കുന്ന വീട് മറ്റൊരാളുടെ അടുത്ത് ചെന്ന് കയറണം. അത് നിങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ്. അതിനു വേണ്ടിയുള്ള പണി അവർ ചെയ്തിട്ടുണ്ട്. അതിനുള്ള സാധനം അകത്തുണ്ട് താനും. ദൂത് പറയുക, ആ വീട്ടിൽ നിങ്ങൾ തന്നെ താമസിക്കും.
നിങ്ങളൊന്ന് കൈയടിച്ച് ഒരു ആമീൻ പറഞ്ഞു. ആ വീട്ടിൽ തന്നെ നിങ്ങൾ തന്നെ താമസിക്കുന്ന പോലെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇന്ന് രാവിലത്തെ ആരാധനയിൽ ഉണ്ടായി വരും. മൂന്നാമത്തെ കാര്യം ഞാൻ പറയുക, കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? മക്കളില്ല, ഉണ്ടാവുമോ? ദൂത് പറയുക, ദൈവം നിങ്ങൾക്ക് പിള്ളേരെ തരും. ഞാൻ നിങ്ങൾക്ക് തലമുറകൾ നിങ്ങളുടെ ഇടത്തും വലത്തും നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തലമുറകളെ ദൈവം തരാൻ പോവാ. സഭയൊന്ന് കൈയടിക്കുമെങ്കിൽ ഒന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും യേശുവേ എന്നൊന്ന് വിളിച്ച്, ഇത് പോരാ കേട്ടോ, നിങ്ങളൊന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുന്ന സകല ആളുകളും ആത്മാവിൽ അല്പനിമിഷങ്ങളൊന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി അല്പമിനിറ്റുകൾ കർത്താവിൻ്റെ നാമത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയേ ഈ കുടുംബത്തെ ബന്ധിച്ച്. ഈ കേസ് കൊടുത്തിട്ട് എത്ര കാലമായി? ഈ കേസ് കൊടുത്തത് ആരാ? വല്യമ്മ. എന്തിനാ കൊടുത്തേക്കുന്നത്? അവർക്കിത് അടപടലം വേണം. ഇപ്പോഴേ ബന്ധുക്കൾ ആരും ഇല്ല, ആരും മിണ്ടുകയല്ല, എല്ലാവരും ശത്രുക്കളാ. ദൈവം എന്നോട് പറയാ, ദൈവം നിങ്ങൾക്ക് മിത്രമായി കൂടെ നിൽക്കാൻ പോവാ. ഇതിനകത്ത് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. സഭയൊന്ന് കൈയടിച്ച് വിളിക്കുമെങ്കിൽ അല്പമിനിറ്റുകൾ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് കൈയടിച്ച് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. എനിക്ക് ബന്ധുക്കളെ കുറിച്ചായോണ്ട് ഇവരോട് തനിക ഞാൻ അത് പറയാനായിട്ട് പോകുക. ഇനി നമ്മൾ മദ്യപിക്കത്തില്ല, ഇല്ല, തൊടത്തില്ല. എത്രാമത്തെ വയസ്സിൽ തുടങ്ങി അടിയ? ഒത്തിരി വർഷമായ അടിയ. ഇന്ന് ഈ അടി നിൽക്കുക. നിങ്ങൾക്ക് എന്നെ ഒരു സന്തോഷമില്ലാത്ത ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ഒത്തിരി കാശ് വാങ്ങിക്കുന്ന ഒരു കാശ് പോലും വാങ്ങിക്കാതെ ഇന്ന് രാവിലെ ഈ ചെറുപ്പക്കാരനെ ദൈവം വിടുവിക്കാൻ പോവാ. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ഉണ്ടാകാൻ പോകുകയാ. കർത്താവ് എന്നോട് പറയുന്ന രണ്ടാമത്തെ വാക്ക്, ഇവരുടെ മൊബൈൽ ഷോപ്പ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാ. മൂന്നാമത് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്, ഇവരുടെ വസ്തുവിൽ കിടക്കുന്ന കേസ് ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ അത് പൊട്ടിമാറാൻ പോകുകയാ. അടുത്ത കാര്യം ദൈവം പറയുന്നത്, ഈ വിറയ്ക്കുന്ന കൈകൾ ഇന്ന് രാവിലെ സൗഖ്യമാകും. ഒന്ന് നിങ്ങൾ കൈയടിച്ച ദൈവത്തിന് ശക്തിയോടൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന സകല ആളുകളും യേശുവേ